ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ അനന്യയാണെങ്കിൽ പ്രേമയുടെ മുഖത്തടിച്ചതുപോലെയാണ് ആ ഒരു സത്യം അങ്ങ് വിളിച്ചു പറയുന്നത്. അത് കേട്ട് പ്രേമയും വിഷ്ണുനും ഒക്കെ ഒരേപോലെ ഷോക്കായി നിൽക്കുകയാണ്. തൻ്റെ ആ ഒരു കുഞ്ഞ് അത് അബോഷനാവാനുള്ള ഒരു കാരണക്കാരൻ ഇത്രയും കാലം അനിരുദ്ധായിരുന്നു എന്നാണ് അച്ഛനും അമ്മയും ഒക്കെ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ ഇവര് കരുതിയിരുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് അനന്യ വിശ്വനെയും പ്രേമയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ അനന്യ ആ ഒരു റൂമിലേക്ക് കയറിപ്പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഒരു സീനിന് ശേഷമാണെങ്കിലോ പൂജ നമ്മുടെ പങ്കജ് ഉദ്ദേശിച്ച പോലെയൊന്നും പൂജയെ തൻ്റെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്കജിന് വലിയ വിഷമമൊക്കെ ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പൂജ എങ്ങനെയെങ്കിലും സുമിത്രാൻ്റെയും സരസ്വതി ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം പൂജയെയും ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പങ്കജാണെങ്കിൽ ദീപുവിനെ ട്രാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ദീപു അങ്കിളിനെ വിളിക്കുക കേട്ടോ. വിളിക്കുന്ന സമയത്ത് ദീപു ആണെങ്കിലോ എപ്പോഴും വാഗ്ദാനമൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പങ്കജിനെ അങ്ങ് സുഖിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ പങ്കജിനോട് പറയുന്നുണ്ട്, എടാ മോനെ പങ്കജ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നീ പറഞ്ഞതുപോലെ തന്നെ ഈ അങ്കിൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിരിക്കും. പിന്നെ അവള് ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് നിന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ നേരെ സുമിത്രയുടെ അരികിലേക്ക് അവളെ വിട്ടോളാം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിൽ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. കാര്യം തനിക്ക് ആ ഒരു പൂജയെ ലഭിക്കുമെന്നുള്ള കാര്യമാണല്ലോ ഇപ്പൊ ദീപുവങ്ങൾ പറഞ്ഞത്. അപ്പൂനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് തിരിപ്പിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു വാക്കുമൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൊടുത്ത കാശിനുള്ള ആ ഒരു പണി പുള്ളിക്കാരൻ എടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ പങ്കജ് അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പൊ ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ കോഫിയും അതുപോലെ അരവിന്ദനാണെങ്കിലോ മധുരം ഇടാത്ത ആ ഒരു കോഫിയും ഒക്കെ ആവശ്യപ്പെട്ടായിരുന്നല്ലോ. അപ്പൊ സുമിത്രയാണെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുടിക്കും എന്നുള്ള മൈൻഡിലാണ് നിന്നിരുന്നത്. അപ്പൊ സരസ്വതി അമ്മ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയ്ക്ക് ജ്യൂസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയത്താണ് കോഫി ആയില്ലേ സുമിത്രയെന്നും ചോദിച്ച് രഞ്ജിതയും അരവിന്ദനും കൂടി അങ്ങ് വരുന്നത്. അതെ, നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരാനായിട്ടുള്ള ആളല്ല ഞാൻ. നിങ്ങൾക്ക് കോഫി വേണമെങ്കിൽ നിന്റെ ഭർത്താവിന് കോഫി വേണമെങ്കിലും നീ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സുമിത്ര ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ രണ്ടാളും കുടിക്കുമെന്നൊന്നും വിചാരിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പം അത് രഞ്ജിതയ്ക്ക് ഭയങ്കര ഒരു നാണക്കേടായി പോയി കേട്ടോ. രഞ്ജിതയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇപ്പം നീ എൻ്റെ വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ തയ്യാറല്ല. അപ്പം നീ എവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത് എന്നുള്ള കാര്യം നീ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആഹാരം കഴിക്കുന്നതോ? എടി മോളെ രഞ്ജിതേ, നീ ഇത്രയും കാലം ഇവിടെ സുഖിച്ച് ജീവിച്ചു, അതും എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ചെലവിൽ. അദ്ദേഹം കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ ആ ഒരു മുതലല്ലേ നീ ഇത്രയും കാലം അടിച്ചു മിന്നിച്ച് ജീവിച്ചത്. അതുകൊണ്ട് നീ ഇനി അങ്ങ് ഒരുപാട് ഞെളിയാന്ന് വിചാരിക്കേണ്ട. കാര്യങ്ങളുടെ ആ ഒരു നിജസ്ഥിതി ഏകദേശമൊക്കെ എനിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് രഞ്ജിത, നിനക്ക് വേലക്കാരിയായിട്ട് നിൽക്കണമെങ്കിൽ നീ ആ പറഞ്ഞു വിട്ട ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയെ തിരികെ വിളിക്കെന്ന് പറയുകയാണ്. അപ്പം രഞ്ജിതയുടെ ആ ഒരു അടവും പാളിയിരിക്കുകയാണ്. അപ്പം രഞ്ജിത മൊത്തത്തിൽ സങ്കടത്തിലായി കേട്ടോ. അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ രഞ്ജിതയുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ പൂജ വിളിക്കുന്നത്. അമ്മേ, അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? രഞ്ജിതാൻ്റെ അടങ്ങിയൊന്നും ഇരിക്കില്ല എന്ന് അമ്മ എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ അവൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ സിമ്പിളായിട്ട് ഈ അമ്മ കൈകാര്യം ചെയ്യുമെന്ന് നിനക്കറിയില്ലേ? അമ്മ രഞ്ജിതാൻ്റെ ഒരു ദുഷ്ടബുദ്ധിക്കാരിയാണ്. എൻ്റെ അമ്മ ശ്രദ്ധിക്കണം കേട്ടോ. അവരെന്ത് ചതിയും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സുമിത്രയോട് പൂജ പറയുകയാണ്. അപ്പോൾ പൂജയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, മോൾ ഒരു കാരണവശാലും അമ്മയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ആ കാര്യം ഒന്ന് ചെയ്യണം കേട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ സുമിത്രയാണെങ്കിൽ തനിക്ക് അനിരുദ്ധിനെ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ നിമിഷം മുതൽ അനിരുദ്ധ് ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മോളെ അമ്മയുടെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. എന്തായാലും മോള് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അതെന്ത് ചോദ്യം അമ്മ ചോദിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്. അമ്മ കാര്യം എന്നാന്ന് പറയുകയാണ്. അങ്ങനെ പൂജയോട് സുമിത്ര പറയുകയാണ്, ക്ഷേത്രത്തിൽ അനിരുദ്ധ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ഷേത്രത്തിലുള്ള ആ ഒരു CCTV ഫുട്ടേജിൽ നിന്നും അനിരുദ്ധിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അമ്മ കണ്ടത് അനിരുദ്ധിനെ തന്നെയാണ് എന്ന് അറിയാനായിട്ട് അതേ ഉള്ളൂ ഒരു മാർഗമെന്ന് പറയുകയാണ്.
അങ്ങനെ ഇതാ സുമിത്ര പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ പൂജ അങ്ങ് അനുസരിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അമ്മ നാളെ രാവിലെ തന്നെ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ അമ്മ സമാധാനമായിട്ട് ഇരിക്കും കേട്ടോ എന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ച് പൂജ കോള് കെട്ടിയാണ്. അങ്ങനെ നമ്മുടെ അപ്പുമൊക്കെ വന്ന് പൂജയുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പൂജയും വളരെ ഹാപ്പി ആയിട്ട് അവിടെ അങ്ങനെ ജോളിയായിട്ട് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ ശീതളിനാണിപ്പം ഭയങ്കര സങ്കടമൊക്കെ ഉള്ളത്. തൻ്റെ അമ്മയെ ഒന്ന് നേരിൽ കാണാനോ അമ്മയോടൊന്ന് മര്യാദക്ക് സംസാരിക്കാനോ ഒന്നും ശീതളിന് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശീതള ഭയങ്കര വിഷമത്തിലാണ്. അമ്മയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് താൻ പറഞ്ഞത് എന്നുള്ള ആ ഒരു കുറ്റബോധമാണ് അവളുടെ മനസ്സിലുള്ളത്. അപ്പം അവൾ പറയുന്നുണ്ട്, അച്ചമ്മയെ ഞാൻ വിളിച്ചായിരുന്നു സച്ചിനെ. അപ്പം അച്ചമ്മയ്ക്കാണെങ്കിൽ ഇതാ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അച്ചമ്മയെ ഒന്ന് കാണണമെന്നുണ്ട്, ഞാനൊന്ന് അവിടം വരെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സച്ചിനാണെങ്കിലോ, നീ അച്ചമ്മയെ കാണാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ? സത്യം പറ ശീതളെ, അത് തന്നെയല്ലേ സത്യം? അതെ, നീയും നിന്റെ അമ്മയും തമ്മിൽ കാണുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതുകൊണ്ട് മോൾ അങ്ങനെ വല്ലതും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചേക്കെന്ന് പറയുകയാണ്. അപ്പം അതിലൊന്നും നമ്മുടെ ശീതള് വീഴില്ലല്ലോ. ശീതള് പറയുന്നുണ്ട്, സച്ചിൻ ഇതാ എനിക്ക് അമ്മയെ കാണാനൊന്നും അല്ല, പക്ഷെ എൻ്റെ അച്ചമ്മ, അതെൻ്റെ അച്ചമ്മ എൻ്റെ പുന്നാര അച്ചമ്മ തന്നെയാണ്. എൻ്റെ അച്ചമ്മയെ എനിക്ക് കാണണം. പിന്നെ അമ്മയോട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതെനിക്ക് പൂർണ്ണ ബോധ്യമൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ഭർത്താവിനോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പോകുന്നുമില്ല, അമ്മയോട് സംസാരിക്കുന്നുമില്ല. പക്ഷേ അച്ചമ്മയെ കാണാനുള്ള ഒരു അനുവാദം നീ തരണമെന്ന് പറയുകയാണ്. അങ്ങനെ സച്ചിൻ ഏകദേശം ഒരു അരസമ്മതമൊക്കെ മൂളി നിൽക്കുകയാണ്. പക്ഷെ സച്ചിനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിൻ അങ്ങ് പ്ലേറ്റ് മറിക്കുകയാണ് കേട്ടോ. അതെ ശീതള, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നിനക്ക് തോന്നിയല്ലോ ഞാൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ ഞാനും കൂടി ഒന്ന് വന്ന് കാണാം, നിന്റെ അച്ചമ്മയും കാണാം. അമ്മയെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അച്ചമ്മയെ കാണാൻ സച്ചിൻ കൂടെ വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ശീതളും സച്ചിനും കൂടി പുറപ്പെടാമെന്നുള്ള ആ ഒരു പ്ലാനിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ പൂജ പിറ്റേ ദിവസമായി കേട്ടോ. പൂജയാണെങ്കിൽ കുളിച്ച് റെഡിയായി ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ദീപു ചോദിക്കുന്നുണ്ട്, അല്ല പൂജ മോളിത് എങ്ങോട്ടാ ഈ രാവിലെ തന്നെ? അത് ദീപുങ്ങളെ, നമ്മളന്ന് ബലിയിടാൻ പോയ ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രത്തിലേക്കാണ്. അല്ല, ആ ക്ഷേത്രത്തിൽ എന്തിനാ? അത് ബലിയിടുന്ന സമയത്തൊക്കെ ആണല്ലോ കൂടുതലും ആൾക്കാർ ആ ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അമ്മ ഒരു കാര്യം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു. സുമിത്ര ചേച്ചി, നിന്നെ എന്ത് കാര്യമാണ് പറഞ്ഞ് ഏൽപ്പിച്ചതെന്നായി അടുത്ത ദീപുവിൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ സുമിത്ര പറഞ്ഞ കാര്യം എങ്ങനെയും അറിഞ്ഞല്ലേ പറ്റുള്ളൂ. കാര്യം സുമിത്ര ഇപ്പം രഞ്ജിതയുടെ വീട്ടിലാണ്. പൂജയുടെ അടുത്ത് നിന്നും ഈ ഒരു വിവരങ്ങളെല്ലാം ചോണ്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദീപു ഓരോരോ അടവുകൾ അങ്ങ് പയറ്റുകയാണ്. അപ്പം പൂജ പറയുന്നുണ്ട്, അത് അങ്കിളെ, അമ്മയ്ക്ക് അന്ന് അനിയേട്ടനെ പോലെ തോന്നിയില്ലേ? അപ്പം അവിടെ ആ ഉള്ള ഒരു CCTV ഫുട്ടേജിൽ നിന്ന് അനിയേട്ടൻ അന്ന് അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പം ആ ഏട്ടൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ കണ്ടത് ആ ഏട്ടനെ തന്നെ ആവില്ലേ? ഒരുപക്ഷെ ആ ഏട്ടൻ നാട്ടിൽ വന്നതാണെങ്കിലോ എന്നുള്ള കാര്യമൊക്കെ പൂജ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ടതും നമ്മുടെ ദീപുവിൻ്റെ ജങ്കങ്ങ് ഇടിക്കാൻ തുടങ്ങി. ഈശ്വര, ദീപുവാണ് അനിരുദ്ധിനോട് സുമിത്ര മരിച്ചുപോയി എന്നുള്ള ആ ഒരു നുണയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ ഈ ഒരു സത്യങ്ങളൊക്കെ കണ്ടെത്തി ആ ഒരു CCTV ഫുട്ടേജിൽ നിന്ന് തന്നെ നമ്മുടെ അനിരുദ്ധും കുടുംബവും ഒക്കെ അവിടെ വന്നു എന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ തീർന്നു. അതിനടുത്ത തടയിടണമല്ലോ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും കരുക്കളും ഒക്കെ നമ്മുടെ ദീപു ഇവിടെ നീക്കുമ്പം അനിരുദ്ധും അനന്യയും കൂടി സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അനിരുദ്ധിൻ്റെ അടുത്ത് അനന്യ മാപ്പ് ചോദിക്കുകയാണ്. അനി, ഇത്രയും കാലം എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നിന്നെയാണ് പഴിച്ചത്. നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടും ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം അമ്മ പറയുന്നത് നീ തന്നെയാണ് എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ എനിക്കല്ലേ സത്യം അറിയാവുള്ളൂ. ഞാനാണ് ആ ഒരു സത്യം ഇത്രയും കാലം മറച്ചു വെച്ചത്. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അനിരുദ്ധും അനന്യയും കൂടി ഇനി സന്തോഷമായിട്ട് തൻ്റെ ആ ഒരു സ്വരമോൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എന്തായാലും ഗംഭീര ടെസ്റ്റുകളൊക്കെയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ സച്ചിനാണെങ്കിൽ അവൻ്റെ രീതി അനുസരിച്ച് തന്നെ ഒരു ചെറിയ പൊടിക്കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഡോക്ടറാണല്ലോ, അപ്പോൾ അവനൊക്കെ എന്ത് സാധിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ സുമിത്രയെ വീണ്ടും ഒന്ന് കോമാ സ്റ്റേജിലേക്ക് ആക്കാനും ഒക്കെ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിലാണ്. പറഞ്ഞു ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്